എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ തമ്മിലൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലേ? അതായത് യൂട്യൂബ് പൈസ തന്നില്ല, പക്ഷെ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി. അതെങ്ങനെയാന്നല്ലേ ഇപ്പൊ നിങ്ങളുടെ ഡൗട്ട്? ഞാൻ പറഞ്ഞുതരാവേ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് പൈസ തരിക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് കുറെ വ്യൂ ആയി കഴിയുമ്പോൾ, ഇപ്പം 1000 വ്യൂ കിട്ടിക്കഴിയുമ്പോൾ, ഷോർട്സിന്റെ കാര്യം അല്ലാട്ടോ ഞാൻ പറഞ്ഞത്. ഷോർട്സിന് 1000 ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ലക്ഷങ്ങൾ, എനിക്ക് തോന്നുന്നു 1 ലക്ഷം 2 ലക്ഷം അങ്ങനെ ലക്ഷത്തിന് മേളില് വ്യൂ കിട്ടിയാൽ മാത്രമേ ഷോർട്സ് ചെയ്ത് നമുക്ക് വരുമാനം കിട്ടുള്ളൂ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നണം കേട്ടോ. ഷോർട്സ് ചെറുതായിട്ടൊന്നും വ്യൂ കയറിയാലൊന്നും ഒന്നും കിട്ടില്ല. ഞാൻ പറയുന്നത് ലോങ് വീഡിയോയുടെ ലെങ്ത്തും കൂടെ അനുസരിച്ചിട്ട്, ഇപ്പൊ 2 മിനിറ്റ് 3 മിനിറ്റിന്റെയാണ് ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന് 1000 വ്യൂ കിട്ടിക്കഴിഞ്ഞാലും ഒന്നും കിട്ടാനൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇപ്പൊ ഒരു 5-6 മിനിറ്റ് ഒക്കെ ഉള്ള ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ അതൊരു 1000 വ്യൂ ആകുമ്പോൾ കുറച്ച് എമൗണ്ട് നമുക്ക് കിട്ടും. അത് 1000 കൂടുതലാകുമ്പോൾ അങ്ങനെ ഓരോ വ്യൂവിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെയാണ് യൂട്യൂബ് നമുക്ക് പൈസ തരിക എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു കാര്യം കൊണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നു ആഡ് കയറുമ്പോൾ, മറ്റേ പരസ്യം ലോങ് വീഡിയോയിൽ വരുമ്പോഴും നമുക്ക് പേയ്മെന്റ് കിട്ടും. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആ യൂട്യൂബിന്റെ ഏണിങ്സിൽ കുറച്ച് കുറച്ചായിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും. പരസ്യം വരണമെങ്കിൽ 8 മിനിറ്റിന്റെ ലോങ് വീഡിയോ നമ്മൾ ഇടണം തോന്നുന്നു. 8 മിനിറ്റ് കൂടുതലുണ്ടെങ്കിലേ പരസ്യം വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് താഴെയാണെങ്കിൽ അതിനിടയ്ക്ക് ആടൊന്നും കയറി വരൂല. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ, എൻ്റെ ആദ്യത്തെ വരുമാനമാണ്. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ അറിയാവുള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് യൂട്യൂബ് വരുമാനം തരിക എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ 5-6 മിനിറ്റൊക്കെയാണ് ഞാൻ ആകെ ഇടുന്നത്. എൻ്റെ ഒരു ലോങ് വീഡിയോ പോലും 1000 കൂടുതൽ പോയിട്ടില്ല. അപ്പൊ എനിക്ക് ലോങ് വീഡിയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. വല്ല $. ഒക്കെ ആയിരിക്കും കിട്ടണേ. പോയിന്റ് എന്നും പറഞ്ഞാൽ അവർ തരുള്ളൂ യൂട്യൂബുകാർ. കഷ്ടിമുഷ്ടി ഇങ്ങനെ 0.01 0.02 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഇച്ചിരിയും വെച്ച് തരുള്ളൂ. തുടക്കക്കാരുടെ കാര്യം കേട്ടോ ഞാൻ പറയണേ, വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ കാര്യമല്ല പറയണേ. എന്നാലും അങ്ങനെയൊക്കെയാ കയറുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്നും റീച്ച് ആയിട്ടില്ല, ഒത്തിരി വ്യൂ കയറിയിട്ടില്ല. പക്ഷെ എനിക്ക് എങ്ങനെ പേയ്മെന്റ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലൈവ് ഞാൻ കുറച്ച് നാൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്കൗണ്ട് മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട്, മോണിറ്റൈസിന് മുമ്പേ ലൈവ് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ അക്കൗണ്ട് ഹാഫ് മോണി ആകുമ്പോൾ തൊട്ട് നമുക്ക് ലൈവിലൂടെ പൈസ വേണമെങ്കിൽ നമുക്ക് കിട്ടും. ലൈവിലൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തരണം. അതായത് നമ്മളെ ഇഷ്ടമുള്ളവര്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തരുന്ന പൈസയാണ് ഈ ലൈവിലൂടെ കിട്ടുന്ന സൂപ്പർ ചാറ്റ് അല്ലെ സൂപ്പർ സ്റ്റിക്കർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് പൈസ കിട്ടിയത്. അല്ലാതെ യൂട്യൂബ് ശരിക്കും എൻ്റെ വീഡിയോ ഇട്ട് റീച്ചായിട്ട് ആഡ് കയറിയിട്ടല്ല എനിക്ക് പൈസ കിട്ടിയത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എന്നോട് ഇഷ്ടമുള്ളവര് എനിക്ക് ലൈവിലൂടെ തന്ന പൈസയാണ് ശരിക്കും എനിക്ക് യൂട്യൂബിൽ ഏർണിങ്സ് ആയിട്ട് ഇപ്പൊ കിട്ടിയത്. ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലേ? ഇനി അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഏകദേശം ലൈവ് ചെയ്യണ്ടായിരുന്നു. അന്നേരമൊന്നും നമുക്ക് സൂപ്പർ ചാറ്റ് കിട്ടൂല. ഹാഫ് മോണി ആയതിന് ശേഷം തൊട്ട് സൂപ്പർ ചാറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് നാൾ കിട്ടി. ഇങ്ങനെ ഓരോരുത്തർ 10, 20, 30, 100 വെച്ച് ഇങ്ങനെ തന്ന് കുറെ നാളിന് ശേഷം എനിക്കൊന്നൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അരിച്ച് $100 ആയത്. $100 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആയിക്കോളും. തന്നെ ക്രെഡിറ്റ് ആകുമെന്ന് പറയുമ്പോൾ നമുക്ക് അതിന് കുറെ ഫോർമാറ്റ് ഒക്കെ ചെയ്ത് വെക്കണം കേട്ടോ. അക്കൗണ്ട് ആഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൊടുത്തെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് $100 കംപ്ലീറ്റ് ആയി. $100 കുറച്ചും കൂടെ ആവണം തോന്നും. കുറച്ചും കൂടെ ആയി, അതും ഏതൊക്കെയോ ഡേറ്റിന് മുമ്പ് ആവണം. അതായത് എനിക്കൊന്ന് ആദ്യത്തെ 6-ാം തീയതിക്ക് മുമ്പ് $100 കൂടുതലായിരിക്കണം, എന്നാലേ അക്കൗണ്ടിലേക്ക് കയറുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അടുത്ത മാസം 6-ാം തീയതിക്ക് മുമ്പ്. അങ്ങനെയൊക്കെ ആയിരിക്കും യൂട്യൂബ് എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് ഇത് കിട്ടും എന്നോർത്താൽ നിങ്ങൾ ഇപ്പൊ അക്കൗണ്ടിലേക്ക് കിട്ടും, ഇന്ന് കയറും എന്നോർത്താൽ ഇരിക്കരുത്. അവരുടെ കണക്കൂട്ടലൊക്കെ ഭയങ്കര റിസ്കി, ടാസ്ക് പിടിച്ച കണക്കൂട്ടല. ഒരു ഭയങ്കര എന്തെങ്കിലും കിട്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. എന്താണേലും എനിക്ക് കിട്ടിയിട്ട് ഇപ്പൊ 2-3 മാസമായി. എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒട്ടും സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ലൈവ് ഇടാൻ മടിയുള്ളവര് ഇപ്പൊ തന്നെ ലൈവ് ഇട്ട് തുടങ്ങുക, ലൈവൊക്കെ ഇടുക. നമുക്കിഷ്ടമുള്ളവരെയൊക്കെ നമുക്ക് ചിലപ്പോൾ സൂപ്പർ ചാറ്റൊക്കെ ചെയ്യുമായിരിക്കും. ലൈവിൽ ആളില്ലാതെ വരുന്ന ലൈവുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ സംഭവിക്കും. എൻ്റെ ലൈവിൽ അവസാനമായപ്പോഴത്തേക്കും ഒട്ടും ആളില്ലാണ്ടായിരുന്നു. അതെന്ത് പറ്റിയെന്നറിയില്ല. നന്നായിട്ട് പൊക്കോണ്ടിരുന്ന ലൈവ് ഒറ്റയടിക്ക് പെട്ടെന്ന് അങ്ങ് താഴേക്ക് പോയിട്ട് പിന്നെ ഒട്ടും ആളില്ലാണ്ടായി. യൂട്യൂബ് എൻ്റെ സ്ഥിരമായിട്ട് ലൈവിൽ വന്നുകൊണ്ടിരുന്നവർക്ക് പോലും നോട്ടിഫിക്കേഷൻ കൊടുക്കാണ്ടായിട്ട് അവരൊന്നും വരാണ്ടായി. അവരൊന്നും അറിയുന്നില്ല ഞാൻ വീഡിയോ ഇടുന്നതോ ലൈവ് ഇടുന്നതോ ഒക്കെ.
അങ്ങനെയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് സൂപ്പർ ചാറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടക്കക്കാരറിയാൻ വേണ്ടിയിട്ട് പറയാം, ഇത് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. എന്തായാലും നിങ്ങൾ ലൈവ് ഇടാൻ മടിക്കണ്ട, ഇട്ട് തുടങ്ങുക. സൂപ്പർ ചാറ്റൊക്കെ കിട്ടട്ടെ എല്ലാവർക്കും. വീഡിയോ കയറി വൈറലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണേ. ലൈവിനൊക്കെ വീഡിയോ വൈറലാവണതാണ് നല്ലത്, പക്ഷെ അതായില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ലൈവ് വിടുക, എല്ലാം നന്നായിട്ട് തന്നെ പോട്ടെ. അപ്പം ശരി, എല്ലാവർക്കും ബായ്.